ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു കേട്ടോ. ഒരു സസ്പെൻഡ് ചെയ്യാനും ഫാമിലിയൊക്കെ നിൽക്കാൻ വീട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വില്ല പുഴയോരത്താണ്. അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടിക്ക് സ്വിമ്മിംഗ് പൂൾ അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി ഒരു വില്ല, പുഴയോരം സർവീസ് വില്ല എന്നാണ് പേര്. അപ്പോൾ ആ ഏരിയക്കുള്ള യാത്രയിലാണ് നമ്മൾ. കോട്ടക്കൽ കഴിഞ്ഞ് ചെങ്കുവട്ടി, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കോട്ടക്കലിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ്. കോട്ടക്കൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ടൗണാണ് ചെങ്കുവട്ടി. ഹൽമാസ് ഹോസ്പിറ്റൽ, അതുപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. നമുക്ക് പോകുന്നത് നേരെ സ്ട്രൈറ്റായിട്ട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ്. ചെങ്കുവട്ടി കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു സ്ഥലമാണ് കോളേജ് പടി. കോളേജ് പടിയിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡ് റോഡ് പുതുപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അങ്ങനെ തിരിയുന്ന റോഡ് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ പറഞ്ഞ ഈ പാർക്കിലേക്കുള്ള പുഴയോരം സർവീസ് വില്ല പാർക്കിലേക്ക് എത്തട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കോട്ടക്കൽ കഴിഞ്ഞു. കോട്ടക്കൽ ചെങ്കുവട്ടി വരെ അത്യാവശ്യം എന്താ പറയുക വലിയ ബിൽഡിങ് കാര്യങ്ങളും നല്ല തിരക്കേറിയ റോഡാണ്. വൺ വേ ആയതുകൊണ്ട് അങ്ങോട്ടും സുഖകരമായി വാങ്ങി കടന്നു പോകാം. നല്ല തിരക്കേറിയൊരു ടൗണാണ് കോട്ടക്കൽ. അങ്ങനെ നമ്മൾ ചെങ്കുവട്ടി എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ചെങ്കുവട്ടി ആണ് ആ കാണുന്ന ദൂരേക്ക് നമ്മൾ നോക്കുമ്പോൾ ചെങ്കുവട്ടി ഭാഗം കാണാം. ചെങ്കുവട്ടി ഈ ഭാഗം പല ഭാഗത്തുനിന്നും അങ്ങോട്ടോട്ട് റോഡുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അതുപോലെ അത് ചുറ്റിക്കറങ്ങിയാണ് നമുക്ക് നേരെ സ്ട്രൈറ്റായിട്ട് ഇവിടുന്ന് പോകേണ്ടത്. അപ്പോൾ കോട്ടക്കൽ നിന്ന് നോക്കാതെ നേരെ സ്ട്രൈറ്റായിട്ട് ഇങ്ങോട്ട് കോഴിക്കോട് റോഡ്. കോഴിക്കോട് റോഡ് പറഞ്ഞാൽ ചെങ്കുവട്ടി കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു അങ്ങാടി, നമ്മൾ പറയുക കോളേജ് പടി കഴിഞ്ഞാൽ പിന്നെ എടരിക്കോട്. അപ്പോൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് എടരിക്കോടിൻ്റെയും ചെങ്കുവട്ടിൻ്റെയും സെൻറ്ററായിട്ടാണ് നമ്മൾ ഈ ഏകദേശം ഒരു ഈ കോളേജ് പടി ഉള്ളത്. കോളേജ് പടിയിൽ നിന്ന് ഇവിടുന്ന് നമ്മളിപ്പോൾ കോളേജ് പടി ഈ പെട്രോൾ പമ്പ് ലെഫ്റ്റ് ഭാഗത്ത് കാണാം. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ചീനിമരൊക്കെ കഴിഞ്ഞ് ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ പുതുപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡ്. അപ്പോൾ കറക്റ്റ് കോട്ടക്കൽ നിന്ന് എങ്ങനെയാണ് ഈ പാർക്കിലേക്ക് എത്തുക എന്നുള്ളത് ഡീറ്റെയിൽ ഉള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ ആ ഭാഗത്തേക്ക് കടക്കണം, റൈറ്റ് സൈഡ് ഭാഗത്തേക്ക്. അപ്പോൾ അതാണ് പുതുപ്പറമ്പ് റോഡ്. പുതുപ്പറമ്പ് റോഡിന് ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ബെൻഡുണ്ടല്ലേ, ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ടാവില്ല. ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പുഴച്ചാൽ ഭാഗത്തേക്കുള്ള റോഡായി. ഈ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലേ ഞങ്ങൾ അവിടെ നേരാണ്ട് പോയാൽ പുതുപ്പറമ്പ് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പാർക്കിലേക്ക്. ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു കേട്ടോ, റോഡ് ക്രോസ് ചെയ്തു ഈ ഭാഗത്ത് തിരിഞ്ഞു. ഇവിടുന്ന് നേരാണ്ട് പിടിച്ചാൽ മതി, ഒന്നും നോക്കാനില്ല. പിന്നെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെയാണ്. നേരെ എത്തിയാൽ നമ്മൾ പുഴച്ചാൽ പുഴയെത്തും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ വരുന്നൊരു അങ്ങാടിയാണ് പൊട്ടിപ്പാറ. അതും ഈ ഒരു ഏരിയയിലുള്ള അത്യാവശ്യം വലിയൊരു അങ്ങാടിയാണ്. നമ്മൾ ഈ റോഡിന് പോകുമ്പോൾ ഈ ഭാഗത്തെ വലിയൊരു അങ്ങാടിയാണ് പൊട്ടിപ്പാറ. അപ്പോൾ പൊട്ടിപ്പാറ അങ്ങാടിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പൊട്ടിപ്പാറ എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ചെറിയൊരു അങ്ങാടിയാണ് ആലഞ്ചുള്ളി. അത് കഴിഞ്ഞാൽ ചോലക്കുണ്ട്. അതുപോലെ പിന്നെ ഒരു ഈ റൂട്ടിനിങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പാലം. അപ്പോൾ ആ പാലം കടന്ന് നമുക്ക് കഴിഞ്ഞാലാണ് നമ്മൾ പറഞ്ഞ ഈ പാർക്കിലെത്തുള്ളൂ. ചോലക്കുണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാറയിൽ എന്ന് പറഞ്ഞൊരു അങ്ങാടിയുണ്ട്. അത് കടവത്തുണ്ട്. അത് കഴിഞ്ഞാൽ ആണ് നമ്മളെ പുഴച്ചാലാണ് അങ്ങാടി തന്നെ കേട്ടോ. അപ്പോൾ ഒരു 2-3 ചെറിയ അങ്ങാടികളൊക്കെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരു ഏരിയയാണ്, റോഡാണ് ഈ പുഴച്ചാലിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ കോട്ടക്കൽ കഴിഞ്ഞ് ഏകദേശം നമ്മൾ പുഴച്ചാലിൽ എത്താൻ കോട്ടക്കൽ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് ഈ ഒരു സ്പോട്ടിക്ക് കറക്റ്റ് ഉള്ളത്. കോട്ടക്കൽ അങ്ങാടിയിൽ നിന്നും 6 കിലോമീറ്റർ കറക്റ്റാണ് ഈ ഒരു പാർക്കിലേക്കുള്ളത്. അപ്പോൾ ചോലക്കുണ്ട് അങ്ങാടിൻ്റെ ഏരിയയിലെത്തിയിട്ടാണ്, ചോലക്കുണ്ട് ആ ഭാഗത്തെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി ഉണ്ടാവും. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ പറഞ്ഞ കറക്റ്റ് സ്പോട്ടിക്ക്. അപ്പോൾ ഇന്ന് കാലാവസ്ഥ ഒക്കെ ചെറിയൊരു പ്രതികൂലമായതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോൺ വഴി പറത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ സ്റ്റക്ക് നിർത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചോലക്കുണ്ട് ഭാഗമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ പിന്നത്തെ പാറയിലാണ്. പാറ കഴിഞ്ഞാൽ കടവത്ത്, പിന്നെ പുഴച്ചാൽ. അപ്പോൾ അത് കോട്ടക്കൽ നിന്ന് ഇവരെയുള്ള തുടക്കം കട്ട് ചെയ്യാതെ അടുത്തൊരു പോകുന്ന വീഡിയോ കേട്ടോ. 6 കിലോമീറ്ററിലും പെട്ടെന്ന് നമുക്ക് ഈ ഏരിയ സ്പോട്ടൊക്കെ എത്താം. അപ്പോൾ എല്ലാ ഏരിയയും ഇതിൻ്റെ അങ്ങാടികളും ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നു എന്ന് മാത്രം. നമ്മൾ പ്രവാസികളായ ആളുകൾക്കും ഈ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ ഓരോ നാടും
അവരുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അവരെ ഏരിയ ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ മൊത്തം ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് കോട്ടക്കൽ മുതൽ ഈ 4-5 അങ്ങാടി നമ്മൾ പറഞ്ഞ പൊട്ടിപ്പാറ, ആലഞ്ചുള്ളി, ചോലക്കുണ്ട്, പാറയിൽ, കടവത്ത്, പൊയച്ചാൽ, നമ്മൾ പറഞ്ഞ പാർക്ക്, പുഴയോരം വരെയുള്ള ആ ഏരിയയിലൊക്കെ ആളുകൾക്ക് അവരുടെ സ്ഥലവും നാടൊക്കെ ഇങ്ങനെ കാണല്ലോ. പ്രത്യേകിച്ച് വേറൊരു ഏരിയയിൽ നിന്നാകുമ്പോൾ ഡ്രോൺ വഴി ആക്കും നല്ല അടിപൊളി കാഴ്ചയാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ കോട്ടക്കന്ന് മുതൽ പൊയച്ചാൽ വരെ ഈ പാർക്ക് വരെ നിങ്ങളെ കാണിച്ചത്. നമുക്ക് ഏതായാലും ഈ ഒരു പുഴയോരം സർവീസ് വില്ലേജ് നമ്മളൊരു പരിപാടി നടക്കണമെന്ന് തന്നെ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് സ്പോട്ട് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏരിയയിൽ ഏകദേശം എത്താറായി. അപ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ട് ഞങ്ങളെ കാണിക്കട്ടോ. ഒന്ന് വേഗത്തിൽ എല്ലാ ഈ റോഡിൻ്റെ തുടക്കം മുതൽ എവിടെയും കട്ട് ചെയ്യാത്തതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവീസ് വില്ല വരെയുള്ള വീഡിയോ നമുക്ക് കാണാം. ഒരു ഭാഗം കട്ട് ചെയ്യാതെ കേട്ടോ കാണിക്കണത്. അപ്പോൾ എല്ലാ ഭാഗം കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പുഴയോരം സർവീസിൽ പക്ഷേ ഒരു പാലമുണ്ട്. ആ പാലം കൂടി കിടക്കാണ്ട്. ആ പാലത്തിനൊരു പേരുണ്ട്, അത് കിട്ടണില്ല. ഏതായാലും ആരെങ്കിലും കാണണമെങ്കിൽ ആ പാലത്തിൻ്റെ നെയിമൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ പാലം എത്തിട്ടോ. ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ ആ പാലത്തി. നല്ല വൈബാണ് പാലം. അങ്ങോട്ടേക്ക് ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നല്ല ഒഴുക്കുള്ള ഒരു സമയമായതുകൊണ്ട് ആ ഇങ്ങനെ അടിപൊളിയായിട്ടിങ്ങനെ ഡ്രോണിലൂടെ കാണുമ്പോൾ സൂപ്പർ കാഴ്ചന കേട്ടോ. പ്രകൃതി രമണീയമായ പുഴയോരത്ത് നിന്നുള്ള കാഴ്ച. അപ്പോൾ ഈ പാലം കടന്നിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കുറച്ചുകൂടി ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂടി ഉണ്ടാവും നമ്മൾ പറഞ്ഞ ഈ സ്പോട്ടിക്ക്. അങ്ങനെ നോക്കി ആ മുകളിൽ നിന്നൊക്കെ പച്ചപ്പ്, തെങ്ങിൻ തോട്ടങ്ങളും മരത്തോപ്പുകൾ, കവുങ്ങൻ തോട്ടങ്ങൾ, മരങ്ങളെല്ലാം കൂടി ഇങ്ങനെ അടിപൊളി നിൽക്കുന്ന ആ ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പൊയച്ചാലിൽ ഇപ്പോൾ എത്തി. പൊയച്ചാൽ എന്ന സ്ഥലത്തെത്തി. ഇനി ഇവിടെ നമ്മൾ ഞങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്തു കൂടിയാണ് നമ്മൾ വില്ലയിലേക്ക് പോകാനുള്ളത്. അങ്ങനെ സർവീസ് വില്ലയിൽ നിന്നുള്ള ആ മനോഹരമായ ആ ഒരു വ്യൂവും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ആ പുഴ ഉണ്ടല്ലോ, തോട് പാലം കടന്ന് അങ്ങനെ ഈ പുഴ ഇങ്ങനെ കടന്ന് വരികയാണ്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പുഴയോരം, പൊയച്ചാൽ പുഴയോരം സർവീസ് വില്ല. അപ്പോൾ നമ്മളവിടെ ഡ്രോൺ താഴ്ത്തിയതിന് ശേഷം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് കേട്ടോ. നല്ല ഭംഗിയാണ്. കാരണം ഈ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുഴൻ്റെ തീരെ അടുത്ത് നിന്നുകൊണ്ട് കാണാനും നല്ല സ്വിമ്മിങ് പൂളും ആളുകൾക്ക് താമസിക്കാനും എന്തെങ്കിലും പരിപാടി പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ ഉള്ള എല്ലാ ചെറിയ മട്ടത്തിലെല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു പുഴയോരം സർവീസ് വില്ല. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളെ SMG കൂട്ടായ്മയുടെ പരിപാടികളുണ്ട്, അവർക്കൊക്കെ ഒന്ന് കാണാച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത്. ഓക്കെ, ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.